പതിവില്ലാത്ത ആഘോഷങ്ങളോടെയായിരുന്നു ജമ്മു കശ്മീരിലെ ജനങ്ങൾ ഇത്തവണ സ്വാതന്ത്ര്യദിനാഘോഷത്തിനായി തയ്യാറെടുപ്പുകൾ നടത്തിയത്. ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിച്ച ഹർ ഘർ തിരംഗ ക്യാമ്പയിനിൽ സംസ്ഥാനത്തെ ജനങ്ങൾ ആവേശത്തോടെ അണിനിരന്നു. ജമ്മു കശ്മീരിന്റെ മാറുന്ന മുഖം വ്യക്തമാക്കുന്നതായിരുന്നു ക്യാമ്പയിൻ. ഇത് ജമ്മു കാശ്മീരാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിന് ശേഷമുള്ള ജമ്മു കാശ്മീർ. ഒരു കാലത്ത് ബോംബ് സ്ഫോടനങ്ങളും തീവ്രവാദി ആക്രമണങ്ങളും മൂലം ജനജീവിതം ദുസ്സഹമായിരുന്ന സംസ്ഥാനത്തിന്റെ പുതിയ മുഖം. പുത്തൻ ആവേശത്തോടെ സമാധാനത്തിലേക്കും വികസനത്തിലേക്കും കുതിക്കുന്ന നാടിനെ പിന്നോട്ടടിക്കാൻ വിറളി പൂണ്ട ഭീകരർ നിരന്തരം ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനെയൊക്കെ മറികടന്ന് ഈ ജനത ത്രിവർണ്ണ പതാകയോടൊപ്പം അണിനിരക്കുന്ന മനോഹരമായ കാഴ്ച. ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ഹർ ഘർ തിരംഗ ക്യാമ്പയിനിൽ ഏറ്റവും ആവേശത്തോടെ കശ്മീരിലെ ജനങ്ങൾ അണിനിരന്ന ഈ കാഴ്ച ഏതൊരു ഇന്ത്യക്കാരന്റെ മനസ്സിലും കുളിർമയുണ്ടാക്കുന്നതാണ്. കുട്ടികളും സ്ത്രീകളും യുവാക്കളും വയോജനങ്ങളും ഒരേ മനസ്സോടെ ദേശീയ പതാകയുമേന്തി റാലിയുടെ ഭാഗമായി. आज कश्मीर पीसफुल है, हिंदुस्तान पीसफुल है. आप बताएं, इससे पहले यहाँ पे पत्थरबाजी होती थी. कितना पीसफुल माहौल है. यहाँ पे हर बच्चा हमारा हिंदुस्तानी है और हिंदुस्तानी रहेगा. हम बहुत खुश हैं. आज की हमारी तिरंगा रैली है, ये मोदी जी का मिशन है. ശ്രീനഗറിലെ തിരംഗ റാലിയെ അഭിസംബോധന ചെയ്ത് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞ വാക്കുകൾ കേൾക്കുക. ഇന്ത്യയുടെ വൈവിധ്യത്തിലെ ശക്തിയാണ് തിരംഗയിൽ പ്രതിഫലിക്കുന്നത്. ദേശീയ പതാകയുടെ അന്തസ് നാം ഉയർത്തിപ്പിടിക്കണം. അത് നമ്മുടെ സ്വത്വമാണ്. മതേതരത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആദർശങ്ങൾ കാത്തുസൂക്ഷിക്കാനും എല്ലാവരോടും അദ്ദേഹം ആഹ്വാനം ചെയ്തു. നമ്മുടെ മഹത്തായ രാഷ്ട്രത്തിന്റെ വിജയം ആഘോഷിക്കാനുള്ള ദിവസമാണിത്. അതേസമയം നമ്മുടെ കടമകളെക്കുറിച്ച് ആത്മപരിശോധന നടത്തണം. നമ്മുടെ സൈനികരുടെയും പോലീസിന്റെയും ത്യാഗങ്ങളുടെ അടിത്തറയിൽ നിന്ന് പുതിയ ജമ്മു കാശ്മീരിനെ പടുത്തുയർത്താൻ നാം ദൃഢനിശ്ചയം ചെയ്യണം. ഒമർ അബ്ദുള്ളയുടെ വാക്കുകൾ ഓരോ ഇന്ത്യക്കാരനും ഹൃദയത്തിൽ പതിച്ചു വെക്കേണ്ടതാണ്. തിരംഗ എൻ്റെ ധർമ്മമാണ്. തിരംഗ എൻ്റെ ശക്തിയാണ്. തിരംഗ എൻ്റെ ഹൃദയമിടിപ്പാണ്. നമുക്ക് വീണ്ടും വീണ്ടും ഈ പുണ്യഭൂമിയിൽ ജനിക്കാം. इस झंडे की आन, इस झंडे की शान, उसको बरकरार रखें, उसको मौजूद रखें, उसमें और इजाफा करें. तो इस उम्मीद के साथ कि ये हर घर तिरंगा, ये इस झंडे के साथ जो हमारा लगाव है, ये सिर्फ इन फंक्शनों तक ही मौजूद ना रहे. ഹർ ഘർ തിരംഗ എന്നത് കേവലം ഒരു പ്രചാരണ പരിപാടി എന്നതിലുപരി 140 കോടി ഇന്ത്യക്കാരെ നമ്മുടെ ദേശീയ പതാകയുടെ കീഴിൽ ഒന്നിപ്പിക്കുന്ന ഒരു വൈകാരിക പ്രസ്ഥാനമാണ്. അടിയുറച്ച ദേശസ്നേഹവും പൗരാഭിമാനവും വളർത്തുക, നമ്മുടെ ജനാധിപത്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ജീവിക്കുന്ന പ്രതീകമായ തിരംഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ലക്ഷ്യം. പൗരന്മാരും ദേശീയ പതാകയും തമ്മിലുള്ള ബന്ധത്തെ ഔപചാരികമായ രീതിയിൽ നിന്ന് ആഴത്തിലുള്ള വ്യക്തിപരമായ ബന്ധത്തിലേക്ക് പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹർ ഘർ തിരംഗ വിഭാവനം ചെയ്തിരിക്കുന്നത്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി അഭിമാനത്തോടെയും ആദരവോടെയും ദേശീയ പതാക ഉയർത്താൻ ഓരോ ഇന്ത്യക്കാരനെയും ഈ പരിപാടിയിലൂടെ പ്രോത്സാഹിപ്പിക്കുന്നു. വീട്ടിൽ ദേശീയ പതാക ഉയർത്തുന്നത് പതാകയോടുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധത്തിന്റെ പ്രതിഫലനം മാത്രമല്ല, രാഷ്ട്ര നിർമ്മാണത്തോടുള്ള നമ്മുടെ പൊതുവായ പ്രതിജ്ഞാബദ്ധതയുടെ സ്ഥിരീകരണം കൂടിയാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി വരിച്ച ത്യാഗങ്ങളുടെ ഓർമ്മപ്പെടുത്തലായും ഐക്യം, സമഗ്രത, പുരോഗതി എന്നീ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള ദൃഢപ്രതിജ്ഞയായും ഇത് വർത്തിക്കുന്നു. ഇത്തവണ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നീക്കത്തിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം കൂടി ക്യാമ്പയിനുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.